എനിക്ക് ചെറുപ്പം തൊട്ടേ കൈയിൻ്റെ ഉള്ളിൽ വേർക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കൈയിൻ്റെ ഉള്ളിനടിയിലും അതേപോലെ കാലിൻ്റെ ഉള്ളിനടിയിലും അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഭയങ്കര ഒരുപാട് എക്സാമിനാണെങ്കിലും ടെൻഷൻ കൂടുന്ന സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? ഇയാൾക്കിപ്പോൾ ഉള്ള ഹൈപ്പർ ഹൈഡ്രോസിസ്, ഈ അമിതമായിട്ടുള്ള വേർപ്പ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള, അതായത് ഇപ്പോൾ ജെനറ്റിക്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ റോളുള്ള സാധനം. അതായത് ഇപ്പോൾ പാരൻസിന് ഫാമിലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇല്ലാതെയും വരാം. പക്ഷേ ഇതിപ്പോൾ ഒരു ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പോലെ അല്ല ഇയാൾക്കുള്ളത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ടെമ്പററി റിലീഫാണ് യൂഷ്വലി തരിക. ഇപ്പം ചില അപ്ലൈ ചെയ്യാനുള്ള ലോഷൻസ് ഉണ്ട്, കഴിക്കാനുള്ള മരുന്നുകളുണ്ട്, ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, സിംപതെക്ടമി എന്നൊക്കെ പറഞ്ഞിട്ട് സർജറീസ് ഉണ്ട്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മിക്കവാറും ഈ സിംപതെക്ടമി അല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ടെമ്പററി റിലീഫ് തരുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഈ ടെൻഷൻ വരുമ്പോൾ കൂടുതൽ വേർക്കുക, ഇതൊക്കെ നോർമലായിട്ടുള്ള ഹൈപ്പർ ഹൈഡ്രോസിസ്, പ്രശ്നമില്ലാത്ത ഹൈപ്പർ ഹൈഡ്രോസിസ് ആണ് കേട്ടോ. പേടിക്കാനായിട്ട് ഒന്നുകൊണ്ട് പേടിക്കാനില്ല കേട്ടോ. അതുപോലെ ഏതെങ്കിലും ഇത്തരം യൂഷ്വൽ ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ. യെസ്, എൻ്റെ പേര് അസ്ലഹ. ഇപ്പം നമുക്ക് പീരീഡ്സ് ചിലപ്പോൾ 1 month 2 month ഒക്കെ ഡിലേ ആവാറുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടി വരിക, എപ്പോഴാണ് പ്രശ്നമായിട്ട് വരിക? പീരീഡ്സ് ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അത് പ്രശ്നം ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ എന്തായാലും കാണിക്കണം. യൂഷ്വലി റെഗുലർ പീരീഡ്സ് വരുന്നില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സ് കൊണ്ടോ അങ്ങനെ വരാം. ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആണെങ്കിൽ, കാരണം ഡിലേ മാത്രമല്ല, ഒരു മാസത്തിൽ തന്നെ 2 തവണ ബ്ലീഡിങ് വരുന്നതും അതും സ്ട്രെസ്സ് കൊണ്ട് വരാം. പിന്നെ ക്ലൈമറ്റ് വേരിയേഷൻ കൊണ്ട്, ഫുഡ് വേരിയേഷൻ കൊണ്ട്, ഇതൊക്കെ കൊണ്ട് നമുക്ക് വരാം. പിന്നെ അതല്ലാതെ ഒവേറിയൻ പാത്തോളജിയോ ഹോർമോണൽ പാത്തോളജിയോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പോൾ ജസ്റ്റ് ഒരു 1 week ഡിലേ ഇറ്റ്സ് ഓക്കെയാണ്. ഒരു 1 week ഏർലി ആയിട്ട് വരുന്നത് ഓക്കെയാണ്. നോർമൽ തന്നെ ഒരു 28 days സൈക്കിളാണ് നമ്മൾ പറയുന്നതെങ്കിലും 21 to 35 days 1 week ഹെഡും ബിഫോറും കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് ആഫ്റ്റർ. പക്ഷെ അതിൻ്റെ കാരണം മുമ്പ് പീരീഡ്സ് വരുന്നുണ്ടെങ്കിലും ശേഷം വരുവാണെങ്കിലും, അതായത് ഒരു പീരീഡ്സ് ആയിട്ട് സെക്കൻഡ് പീരീഡ്സിൻ്റെ ഇടയിൽ മിനിമം 20 days ഗ്യാപ്പ് വേണം. അതുപോലെ തന്നെ 2 പീരീഡ്സിൻ്റെ ഇടയിലും മോർ ദാൻ 35 days ഗ്യാപ്പ് ഉണ്ടെങ്കിലും യു ഹാവ് ടു കൺസൾട്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇയറിൽ ഒരു തവണ എന്തായാലും 1 മാസം പീരീഡ്സ് ഡിലേ ആവും. 1 മാസം ഉണ്ടാവില്ല, ബാക്കി എല്ലാ മാസവും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രശ്നമാണോ? ഇയർലി ഒരു മാസം മാത്രമല്ലേ അവർക്ക്. ആ സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതുപോലെ ക്ലൈമറ്റ് വേരിയേഷനോ ഫുഡ് ഹാബിറ്റ് വേരിയേഷനോ അല്ല ട്രാവലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കും. അത് കുഴപ്പമില്ല. താങ്ക് യു. യെസ്, ഇനി ഇതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? ഹായ്, മൈ നെയിം ഈസ് ദിൽഷ. നേരത്തെ സ്ലീപ്പിൻ്റെ കേസ് ഒന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? സ്ലീപ്പിൻ്റെ അപ്പോൾ നമ്മൾ നോർമലി 6 to 8 hour അല്ലേ ഉറങ്ങേണ്ടത്. പക്ഷെ അത്രയും ഉറങ്ങിയിട്ടും പിന്നെ ഈ ക്ഷീണം, ഈ ഉറക്കമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് റെലവൻ്റാ അല്ലേ? പല പെൺകുട്ടികൾക്കുള്ള പ്രശ്നമായിരിക്കും, ആൺകുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം. തൈറോയിഡ് ഇഷ്യൂസ്, ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉള്ളപ്പോഴല്ലാതെയും ഈ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷെ ശരിക്കും ഉറക്കം കിട്ടുന്നുണ്ടോ എന്നും കൂടി അറിയണം. ഇപ്പം നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് യു ആർ ഷുവർ ഞാൻ 7 മണിക്കൂർ ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് ഷുവർ ആണ് ആൻഡ് സ്റ്റിൽ വേക്കപ്പ് ചെയ്യുമ്പോൾ യു ആർ ഫീലിംഗ് ടയേർഡ് എങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. തൈറോയിഡ് മുതൽ എല്ലാ പാനലും നോക്കാനുണ്ട്. എനിക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് ഉണ്ടായിട്ടും ഈ ഫുഡിൻ്റെ കേസിൽ ഫുഡ് എന്തെങ്കിലും കൺട്രോൾ ചെയ്യണോ? ഇന്ന ഫുഡേ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അത് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ കാര്യമാണ്. ഇങ്ങനെ ഒരു ക്യാബേജ് കഴിക്കാൻ പാടില്ല, അത് അങ്ങനെ ഒരു സംഭവമില്ല. ഇൻ കേസ് ക്യാബേജിലുള്ള ആ സാധനം കഴിച്ചിട്ട് തൈറോയിഡ് ഹോർമോണിന് വേരിയേഷൻ വരണമെങ്കിൽ കിലോ കണക്കിന് കഴിക്കണം. അത് നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല. അതുകൊണ്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത് തൈറോയിഡിൽ ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് തൈറോയിഡ് ഇഷ്യൂസ് ആണെങ്കിൽ ഗ്ലൂട്ടൻ കട്ട് ചെയ്യാം. omega-3 ഉള്ള ചെറിയ മീനുകൾ നന്നായി കഴിക്കാം. മഞ്ഞൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അത് കഴിക്കാം. അത് കൂടുതൽ പക്ഷെ അത് ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡ് ഡിസീസ് ആണോ എന്ന് നോക്കണം. സാധാരണ ഹൈപ്പർ തൈറോയിഡിസം അതിലൊക്കെ പോയിട്ട് ഇത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം വിച്ച് കാറ്റഗറി ഓഫ് തൈറോയിഡ് ഡെഫിഷ്യൻസി ആണ് നമുക്കുള്ളത് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യും. താങ്ക് യു മാം.
ഒരു പെർട്ടിക്കുലർ സമയത്ത് പ്രത്യേക ടീച്ചർമാർ വരുമ്പോൾ പ്രത്യേക സബ്ജക്റ്റിന്റെ സമയത്താണ് ഉറക്കം വരുന്നതെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാക്കാനും ഇല്ല അല്ലേ? ഈ ബ്രസ്റ്റിലുണ്ടാവുന്ന ഹെയർ ഗ്രോത്ത് നോർമൽ ആണോ? അതെന്തുകൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ? നോർമലാണ്, അത് നോർമൽ ഹെയർ പാറ്റേൺ ഗ്രോത്ത് ആണ്. പക്ഷെ കൂടുതൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ കൂടുതൽ നോക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ആക്ച്വലി ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ. ഇഫ് യു തിങ്ക് അതിന് ബോധേഡ് ആവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. അവരത് ഹാൻഡിൽ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് തരും. ബട്ട് ഐ മീൻ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബട്ട് ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് കൂടുതലാവാം കേട്ടോ. അതായത് നോർമലായിട്ട് ഹെയർ ഉണ്ടാവുന്നത് ഓക്കെ ഉണ്ട്, അതല്ലാതെ വല്ലാണ്ട് കൂടുതലുണ്ട്, റീസെൻ്റ് ആയിട്ട് കൂടുകയാണ് എന്നൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് കൺസൾട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈൻ ഹോർമോണൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാനേജ് ചെയ്യാം. ഈ നിപ്പിൾസിനെ സറൗണ്ട് ചെയ്തിട്ട് ആക്നീസ് വരുന്നത് നോർമലാണോ അതോ പ്രശ്നമാണോ? നിപ്പിളിനെ സറൗണ്ട് ചെയ്തിട്ട് ആക്നെ ആയിരിക്കില്ല. അത് മോൺഗമറി ട്യൂബർക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാൻഡ് പ്രോമിനൻ്റ് ആവുന്നത് ആയിരിക്കണം ഇയാൾ പറയുന്നത്. ആക്നെ അവിടെ വരാൻ സാധ്യത കുറവാണ്. ആക്നെ വരാം, ചെസ്റ്റ് ഏരിയയിലൊക്കെ വരാം, ചെസ്റ്റ് ഏരിയ, ബാക്ക് ഏരിയ, അപ്പർ ആംസിലൊക്കെ ആക്നെ സാധാരണ പിമ്പിൾസ് തന്നെ വരാം, മുഖക്കുരു പോലെ തന്നെ. പക്ഷേ നിപ്പിൾ ഏരിയനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഇറ്റ്സ് വെരി അൺകോമൺ. ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ആക്നെ പോലെ തന്നെ ഇരിക്കും, ഈ ഗ്ലാൻഡ് പ്രോമിനൻ്റ് ആവുന്നതാണ് മിക്കവാറും. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കാണിക്കുക കേട്ടോ. അതല്ലാതെ മിക്കവാറും യൂഷ്വൽ ഫിസിയോളജിക്കൽ തന്നെയാണ്. താങ്ക് യു. ഞാൻ ഫിദാഷറി. എനിക്കൊരു പ്രാവശ്യം UV റേഡിയേഷൻ അടിച്ചിട്ട് ഫേസ് ഫുള്ളായിട്ട് പ്രശ്നം വന്നിരുന്നു. അപ്പം അതിന് ശേഷം നല്ല ഡാമേജ്, വേഗം ടാൻ അടിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതിന് എക്സ്ട്രാ കെയർ ആവശ്യമുണ്ടോ? അതിന് ശേഷം ഞാൻ മാമിനെയാണ് കാണിച്ചെന്ന് തോന്നണം, മദറിലേനു കൺസൾട്ട് ചെയ്ത്. ഒരു 1 ഇയർ ഒരു 6-7 മന്ത്സിലാണെങ്കിൽ ഞാനായിരിക്കും. ജനുവരി ആ ടൈമിൽ, ജനുവരി ആണെങ്കിൽ ആക്ച്വലി UV ഇപ്പോൾ സൺ എക്സ്പോഷറിൽ അലർജി ഉണ്ടാവുന്നത് ചില ആൾക്കാർക്ക് ഉണ്ടാവാം. കൂടുതൽ സൺ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. ചില ആൾക്കാർക്ക് ചെറിയ രീതിയിൽ സൺ എക്സ്പോഷറിൽ തന്നെ പ്രശ്നം ഉണ്ടാവുന്നത് അവരുടെ ബോഡിയുടെ പ്രത്യേകതയാണ്. PMLE എന്നൊക്കെ നമ്മൾ പറയും, സൺലൈറ്റിനോട് അലർജി ഉണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ പീലിങ്, ഡ്രൈനെസ്, റെഡ്നെസ് കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് അത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസോൾവ് ചെയ്യുന്നൊരു കാര്യമാണ് അത്. പക്ഷേ യൂഷ്വലി PMLE വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷത്തേക്കൊക്കെ സണ്ണിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതിന് ശേഷം നന്നായിട്ട് വേഗം ടാൻ അടിക്കണ പോലെ ഉണ്ട്. ടാൻ ശരിക്കും PMLE അല്ല. ടാൻ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സ്കിന്നിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട്. അവർ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ബ്രൗൺ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് മെലനോസൈറ്റ്സ് നമ്മളെ ബോഡിയിലുണ്ട്. അത് ശരിക്കും പ്രൊട്ടക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിൽ ആര് വെയിലത്തിറങ്ങിയാലും നമുക്ക് എന്താവും, ടാൻ അടിക്കും. കൂടുതൽ ടാൻ അടിക്കുന്ന പോലെ ഉണ്ട്, പെട്ടെന്ന് വെയിലിന് വേഗം ഡൾനെസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കോൺടാക്ട് ഡെർമറ്റൈറ്റിസുകളുണ്ട്. വേറെ കണ്ടീഷൻസ് ഉണ്ട്, LPP, PCD എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡാർക്കായി പോകുന്ന കാര്യങ്ങൾ, അതിന് ശരിക്കും ട്രീറ്റ്മെൻ്റ് ആയിട്ട് വേറെ എടുക്കുക ചെയ്യുക. അത് സിമ്പിൾ ടാൻ അല്ല, എക്സ്ട്രാ പിഗ്മെൻറ്റേഷൻ പോലെ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്ന പോലെ ചില ഹെയർ ഡൈസിന് വരാം, ഹെന്നയ്ക്ക് വരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഈ തൈലങ്ങളോ ഓയിൽസോ ഇങ്ങനെ കാച്ചിയ എണ്ണകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരാം. അത് കോമൺ ആയിട്ട് കാണാറുള്ളത്. അതല്ലാതെ ആ ടൈമിൽ നല്ല ഫെയർ ആയിരുന്നു മുഖം, പിന്നെ പെട്ടെന്ന് ഡാർക്കായതാണ് ഒറ്റയടിക്ക്. മുഖം മാത്രം ഡാർക്കായതാണോ? ബാക്കി കയ്യിൻ്റെ ഇവിടെ മുഖവും കൈയും, അത് മുഖം കൈയും ടാൻ ആവും. ഇതിപ്പോൾ ടാൻ പോലെയുള്ളൂ ഇങ്ങനെ കണ്ടിട്ട്. അതല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ അത് ശരിക്കും നിനക്കിപ്പോൾ എക്സ്ട്രാ ടാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവിങ് ആയിട്ടുള്ള പറഞ്ഞ പോലെ ക്രീംസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതല്ല കൂടുതലായിട്ടുള്ള രീതിയിൽ തോന്നുകയാണ്, വലിയ പാച്ചസ് ആയിട്ട് തോന്നുകയാണ്, കൂടുതൽ ഡള്ളാവണ പോലെ തോന്നുകയാണെങ്കിൽ ശരിക്കും ഡിസീസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ചിലപ്പോഴൊക്കെ നമ്മൾ ബയോപ്സി ചെയ്യേണ്ടി വരും. പക്ഷേ ഇയാളെ ഇങ്ങനെ കണ്ടിട്ട് എന്തായാലും സിമ്പിൾ ടാനേ ഉള്ളൂ. വെയിലത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. സൺസ്ക്രീൻ മാത്രം പോരാ കേട്ടോ. സൺസ്ക്രീൻ ഒരു പരിധി വരെയുള്ള പ്രൊട്ടക്ഷനേ തരുള്ളൂ. ബാക്കി ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നത് നമ്മൾ കുടയോ ഫിസിക്കൽ പ്രൊട്ടക്ഷനോ കവർ ചെയ്യുമ്പോഴൊക്കെയാണ് ഏറ്റവും പ്രൊട്ടക്ഷൻ കിട്ടുക കേട്ടോ. താങ്ക് യു മാം.